ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1.25 കിലോ വെയിറ്റ് വരുന്ന റാഫലോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. റാഫലോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു വാനില സ്പോഞ്ച് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം പഞ്ചസാര ഒഴികെ ബാക്കി എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിത് മെഷറിംഗ് കപ്പിന് അളന്നെടുത്തതാണ്. 250 ml മെഷറിംഗ് കപ്പിനാണ് അളന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് സാൾട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഒന്നിക്കിൽ ഒരു 3 പ്രാവശ്യമൊക്കെ അരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്യുന്നത്. ഞാൻ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്യാം. ഞാനിവിടെ 4 മുട്ടൻ്റെ വെള്ള വേറെയും മഞ്ഞ വേറെയും ആക്കി മാറ്റിയിട്ടുണ്ട്. ആദ്യം മുട്ടയുടെ വെള്ളയിലേക്ക് കുറച്ചായിട്ട് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുക്കണം. എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചർ മുട്ട തന്നെ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ കേക്ക് പൊങ്ങി വരില്ല. ഞാനിവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് 1 കപ്പ് എന്നുള്ളത്. 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചാൽ നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കിട്ടും. ആദ്യം ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്യുക. ചെറുതായിട്ട് പത വരുന്നത് കാണുമ്പോൾ കുറച്ചായിട്ട് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് ഇതുപോലെ ക്രീം പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. ഓരോന്നോരോന്ന് ചേർത്താൽ മതി. മുട്ടയുടെ മഞ്ഞ ഓരോന്നോരോന്നായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നേരം ബീറ്റൊന്നും ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഒന്ന് ബീറ്റ് ചെയ്യാം. ഓയിലും കൂടി ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല, ബീറ്റർ ഒന്ന് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ ചേർന്ന മിക്സ് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നിച്ച് ചേർക്കണ്ട, കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇതുപോലെ ഒരു സ്പാച്ചുല കൊണ്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. സ്പീഡിൽ മിക്സ് ചെയ്യരുത്, ഇതുപോലെ ചെറുതായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ പത അങ്ങ് താണു പോവും. ഞാൻ വീഡിയോയിലൊക്കെ മിക്സ് ചെയ്യുന്നത് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് പതുക്കെ മിക്സ് ചെയ്യുക. െല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. പാലും ചേർക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചർ പാല് തന്നെ ചേർത്ത് കൊടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച പാല് കുറച്ച് മുമ്പേ പുറത്തെടുത്ത് വെച്ചാൽ മതി. ഞാനിത് അങ്ങനെ എടുത്തു വെച്ച പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലേക്ക് ബട്ടറൊക്കെ തടവിയിട്ട് ഇതുപോലെ ബട്ടർ പേപ്പർ അടിയിലും സൈഡിലും ഒക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്.
നിങ്ങളിപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നില്ലെങ്കിൽ ബട്ടർ തടവിയതിന് ശേഷം കുറച്ച് മൈദ തൂക്കി കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവനും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത്. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഒരു പാത്രം 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രീ ഹീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ ഇതുപോലത്തെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഒരു പ്ലേറ്റും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നിക്കിൽ ഇതുപോലത്തെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ എന്നാ നിങ്ങളുടെ അടുത്തുള്ളത് അത് വെച്ച് കൊടുക്കുക. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊങ്ങി നിൽക്കണം. ഇനി ഇതിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വെക്കാം. ഇറക്കി വെക്കുന്ന സമയത്ത് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇടുക, നല്ല ചൂടാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. പിന്നെ തീ അല്പം ഒന്ന് കുറച്ച് കൊടുക്കുക. ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 55-60 മിനിറ്റാണ് എടുക്കുക. ഒരു 45-50 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് നോക്കുക. ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റോ വെച്ച് കൊടുത്താൽ മതി. നിങ്ങളിപ്പോൾ ഈ കേക്ക് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 40-45 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. കേക്ക് ഇവിടെ 55 മിനിറ്റിൽ കറക്റ്റ് ബേക്കായിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുന്ന സമയത്ത് ഇത് ഇപ്പോൾ ക്ലിയർ ആണ്. അഥവാ ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണിയാനായിട്ട് വെക്കാം. കേക്ക് ഞാനിവിടെ ഒരു 10 മിനിറ്റിന് ശേഷം കേക്ക് ടീനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. 2-3 മണിക്കൂർ നന്നായിട്ട് തണുക്കാനായിട്ട് കേക്കൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ക്രീം ഇട്ട് കൊടുക്കാം. കേക്ക് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ സോസും ക്രീമും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഷുഗർ സിറപ്പിന് പകരം വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു സോസ് ഉണ്ടാക്കിയിട്ട് അതാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്കിന് അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഞാനിവിടെ 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നല്ല ചൂടില്ല പാൽ ഒഴിച്ച് കൊടുക്കുക. പാലിൻ്റെ ചൂട് കൊണ്ട് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിക്കോളും. ഞാനൊരു 1/2 കപ്പ് ചൂട് പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല ചൂടില്ല പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂട് പാലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും. ഈ ഒരു സോസാണ് ഞാൻ ഷുഗർ സിറപ്പിന് പകരം ചേർക്കുന്നത്. ഇതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മളെ കേക്കിന്. ചോക്ലേറ്റ് മുഴുവനും മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം മാത്രമേ കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവൂ. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ക്രീം റെഡിയാക്കാം. ഇനി ക്രീം ഒന്ന് ബീറ്റ് ചെയ്യാം. ഞാനിവിടെ ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കേക്കിന് 1 കപ്പ് ക്രീം മതിയാവും. മുകളിലൊന്നും ക്രീം കൊണ്ട് ഡെക്കറേഷൻ ചെയ്യുന്നില്ല. ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ടാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1 കപ്പ് ക്രീം മതിയാവും. ഞാൻ എപ്പോഴും എടുക്കുന്നത് പോലെ മാക്ടോപ്പിൻ്റെ ക്രീം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ക്രീം ഇപ്പം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്ത് അതിലേക്ക് ക്രീമൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി കേക്കൊന്ന് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കേക്കിനെ ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു കേക്ക് സ്ലൈസർ ഞാൻ ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ എത്ര പീസാണോ കേക്ക് വേണ്ടത് അത്ര പീസാക്കാം. 2 പീസോ 3 പീസോ 4 പീസോ എത്ര പീസാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ പീസാക്കുക. ഞാനിപ്പോൾ ഒരു 5 പീസായിട്ടാണ് ഈ ഒരു കേക്ക് കട്ട് ചെയ്യുന്നത്. കേക്ക് ഞാനിവിടെ 5 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് ക്രീമൊക്കെ ഇട്ട് കൊടുക്കാം. ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ട് ഞാനൊരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് അല്പം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കുക. മെൽറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവൂ. വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് സ്വീറ്റ് കോക്കനട്ട് ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. കേക്കിലേക്ക് ചേർക്കാനുള്ള കോക്കനട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒന്നാണിത്. നിങ്ങൾക്കിപ്പോൾ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിത് ലുലുന്നാണ് വാങ്ങിച്ചത്. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. കോക്കനട്ട് ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത പീസ് കേക്കും കൂടി വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ പീസും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അഞ്ചാമത്തെ കേക്കിൻ്റെ പീസ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ വെക്കുന്നത് പോലെ മുകൾ ഭാഗം അടിയിലും അടിഭാഗം മുകളിലും തന്നെയാണ് വെച്ചിട്ടുള്ളത്. മുകളിലും വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുകളിലും ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതൽ ക്രീം ഇട്ടിട്ട് ഈ കേക്കിനെ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. കേക്കിനെ മുഴുവനും ക്രീം കൊണ്ട് കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ നമുക്ക് കോക്കനട്ട് ചേർക്കാനില്ലതാണ്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലും മുകളിലും ഒക്കെ ആയിട്ട് നമുക്ക് കോക്കനട്ടിൻ്റെ ഫ്ലേക്സ് കൊണ്ടൊന്ന് ഫുൾ കവർ ചെയ്യാം. ഇതിൻ്റെ സൈഡിലായിട്ടും ഇതുപോലെ ആക്കി കൊടുക്കുക. കേക്കിന് മുഴുവനും കോക്കനട്ട് ഫ്ലേക്സ് കൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോക്കനട്ട് ഫ്ലേക്സ് ഞാൻ ഇതുപോലെ ഈ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് കുറച്ച് റാഫലോ ബോൾസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. റാഫലോ ബോൾസ് ഉണ്ടാക്കുന്നത് വരെ ഈ ഒരു കേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി റാഫലോ ബോൾസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടൻസ് മിൽക്കിന് ഒരളവൊന്നുമില്ല. നമുക്ക് കയ്യിൽ ഉരുട്ടിപ്പിടിക്കാൻ പാകത്തിന് ആവുന്നത് വരെ ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ച് നോക്കുക. വേണമെങ്കിൽ പിന്നീട് ഒഴിച്ചിട്ട് കുഴച്ചാൽ മതി. കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. കണ്ടൻസ് മിൽക്ക് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് കുറച്ചും കൂടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്താൽ മതി. സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കയ്യിലിപ്പോൾ എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിപ്പിടിക്കാൻ പാകത്തിനാണ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കിയെടുക്കാം. ഉരുളകളാക്കുന്ന സമയത്ത് കൈ വേണമെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഞാൻ ഇതിൻ്റെ നടുവിലായിട്ട് ഹാസിൽനട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഹാസിൽനട്ടോ ബദാമോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ ഓരോ ഹാസിൽനട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. റാഫലോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതെന്ന് തോന്നുമ്പോൾ കൈ ഒന്ന് നനച്ചാൽ മതി. മുഴുവനും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. മുഴുവനും ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ട് നമുക്ക് 14 റാഫലോ ബോൾസ് ആണ് ഉണ്ടാക്കാൻ പറ്റിയത്. ഇനി ഇതെല്ലാം ഒന്ന് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ട് അതിലേക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ ബോൾസും ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക.
ഞാൻ ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനറ്റിലേക്ക് ഇട്ടിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കിയ റാഫല്ലോ ബോൾസ് ഈ കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ച് കൊടുക്കുക. ഞാനിതുപോലെ ഒരു 6 ബോൾസാണ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഇടക്കൊക്കെ ഓരോ ചെറി വെച്ച് കൊടുക്കാം, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ്. ഓരോ ഇടക്കും ഞാൻ ഇതുപോലെ ചെറിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റാഫല്ലോ കേക്ക് ഇവിടെ റെഡിയായി. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.25 കിലോ ആണ്. 550 ഗ്രാമാണ് സ്പോഞ്ച് മാത്രം ഉണ്ടായത്. ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 1.25 കിലോനാണ് ഉണ്ടായത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. കോക്കനട്ട് ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടപ്പെടും ഈ ഒരു കേക്ക്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്